നമസ്കാരം. പത്തനാപുരത്ത് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു രാഷ്ട്രീയ സമവാക്യവും ഒറ്റയാൾ പോരാട്ടവുമൊക്കെ ഇപ്പോൾ പൂർണ്ണമായും മാറി മറിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന അപ്രതീക്ഷിതവും ദയനീയവുമായിട്ടുള്ള വലിയ തോൽവിക്ക് ശേഷം ഈ നഷ്ടപ്പെട്ട പ്രതാപം അത് എങ്ങനെയെങ്കിലും തിരികെ പിടിക്കണം, വീണ്ടെടുക്കണമെന്ന കടുത്ത ആഗ്രഹത്തിലാണ് ഇപ്പോൾ മുൻ മന്ത്രിയായിരുന്ന കെ.ബി. ഗണേഷ് കുമാർ മുന്നോട്ട് പോകുന്നത്. ഇതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. UDF ക്യാമ്പിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചെത്തുക, അതുവഴി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇനി പത്തനാപുരം മണ്ഡലം വീണ്ടും സ്വന്തമാക്കുക എന്ന ആ ഒരു വലിയ തന്ത്രമാണ് അദ്ദേഹം ഇപ്പോൾ മെനയുന്നത്. പക്ഷേ വർഷങ്ങളോളം പത്തനാപുരത്തിൻ്റെ മണ്ണിൽ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് UDFനായിട്ട് വലിയൊരു അടിത്തറയുണ്ടാക്കി ഗണേഷ് കുമാറിൻ്റെ ആധിപത്യം അവസാനിപ്പിച്ച ജ്യോതികുമാർ ചാമക്കാലയെ പോലെ ഒരു ശക്തനായിട്ടുള്ള നേതാവിനെയും അതുപോലെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകരെയും മറികടന്ന് ഈ ഒരു കടന്നുകയറ്റം എത്രത്തോളം സാധ്യമാകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഇപ്പോൾ തുടരുകയാണ്. കാരണം ചരിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ പത്തനാപുരത്തെ ഗണേഷ് കുമാറിന് ആദ്യകാലത്ത് കിട്ടിയ വലിയ വിജയങ്ങൾക്ക് പിന്നിൽ UDF എന്ന ആ വലിയ മുന്നണിയുടെയും അതിൻ്റെ അണികളുടെയും ഒക്കെ തന്നെ കൃത്യമായ പിന്തുണയുണ്ടായിരുന്നു. 2001, 2006, 2011 എന്ന വർഷങ്ങളിലൊക്കെ തന്നെ മുന്നണിയുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് അദ്ദേഹം സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് രാഷ്ട്രീയ നിലപാടുകൾ മാറിമറിയുകയും 2016-ലും 2021-ലും അദ്ദേഹം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിക്കുകയുമായിരുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ബിയുടെ ഇന്നത്തെ അവസ്ഥ അത് നോക്കിയാൽ തന്നെ അത് വെറും ഒരു നാമമാത്രമായിട്ടുള്ള സംഘടനയായിട്ട് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. കുറച്ച് വിശ്വസ്തരും പൂജപ്പുര രാധാകൃഷ്ണനെ പോലെയുള്ള ചുരുക്കം ചില അനുയായികളും മാത്രമുള്ള ഒരു കൂട്ടായ്മയായിട്ട് പാർട്ടി മാറി. ഈ വലിയ ജനകീയ അടിത്തറയുണ്ടാക്കുന്നതിന് പകരം പ്രത്യേക സാമുദായിക സമവാക്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പായി മാത്രമാണ് ആ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് കണക്കുകളൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഗണേഷ് കുമാറിൻ്റെ പരാജയത്തിന് പിന്നിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകും. പത്തനാപുരത്ത് പരമ്പരാഗതമായിട്ട് അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന പ്രബല സാമുദായിക സംഘടനകളും വോട്ട് ബാങ്കുകളുമൊക്കെ തന്നെ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPക്ക് കിട്ടിയ 16,000-ഓളം വോട്ടുകൾ അത് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ കേവലം 7,000-ലേക്ക് ചുരുങ്ങുകയും അതിലെ വലിയൊരു ഭാഗം വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറിമറിയുകയും ചെയ്തു. NSS കൈവിട്ടതും BJP വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയതുമാണ് തൻ്റെ പരാജയത്തിന് പ്രധാന കാരണമായതെന്നും ഈ വോട്ട് മാറ്റം ഉണ്ടായിരുന്നില്ലെങ്കിൽ താൻ എങ്ങനെയെങ്കിലും തീർച്ചയായിട്ടും അവിടെ വിജയിച്ച് കയറിയേനെ എന്നുമാണ് ഗണേഷ് കുമാർ ഇപ്പോഴും സ്വന്തം അണികളോട് തുറന്നു പറയുന്നത്. നിലവിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ ഗണേഷ് കുമാറിന് ഒട്ടും അനുകൂലമല്ലെന്നതാണ് ഇവിടെ വാസ്തവം. MLA സ്ഥാനം കൈവിട്ടുപോയി. കയ്യിൽ പറയത്തക്ക സിനിമകളോ സജീവമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളോ ഇല്ല. അതിന് പുറമെ പൊതുസമൂഹത്തിനിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു പഴയ ഇമേജിന് അതിന് ഭംഗം സംഭവിക്കുകയും ചെയ്തു. കഴിഞ്ഞ 25ഓളം വർഷങ്ങളായിട്ട് പത്തനാപുരത്ത് തൻ്റെ ഫിഗറും തലയും മാത്രമാക്കിക്കൊണ്ട് കയ്യിലെ ഔദ്യോഗിക വാഹനത്തിൽ പറന്നു നടന്നിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെട്ട് സ്വന്തം വീടിൻ്റെ 4 ചുവരുകളിലേക്കുള്ളിലേക്ക് ചുരുങ്ങുക എന്നത് തീർച്ചയായിട്ടും പറയുന്നത് അതുപോലെ ചെറിയൊരു കാര്യമല്ല. അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അതുണ്ടാക്കുന്ന മാനസിക സംഘർഷവും നിരാശയും ഒക്കെ തന്നെ എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അത് അത്രത്തോളം വലുതാണ്. ആ ഒരു വലിയ തിരിച്ചടി അത് അദ്ദേഹത്തെ സംബന്ധിച്ച് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഏത് വിധേയനെയും നോക്കി വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് മുന്നണി സമവാക്യങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അദ്ദേഹം ഇത്രയധികം ആഗ്രഹിക്കുന്നത്. ഗണേഷ് കുമാറിൻ്റെ ഈ കടുത്ത വീഴ്ചയ്ക്ക് പിന്നിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വലിയ വിവാദങ്ങൾക്കും വലിയൊരു പങ്കുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഇവിടെ വിലയിരുത്തുന്നത്. മന്ത്രി ബംഗ്ലാവിൽ വെച്ച് ഭാര്യ അദ്ദേഹത്തെ ചില സാഹചര്യങ്ങളിൽ കണ്ടു എന്ന രീതിയിലൊക്കെ തന്നെ ഉയർന്നു വന്ന പരാമർശങ്ങളും ആരോപണങ്ങളുമൊക്കെ തന്നെ വലിയ തോതിലാണ് സമൂഹത്തിൽ ചർച്ചയായത്. ഇതുകൂടാതെ തൻ്റെ പ്രണയങ്ങളെക്കുറിച്ചും വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ അദ്ദേഹം നടത്തിയ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ പോലും അത് ജനങ്ങൾക്കിടയിൽ വൻതോതിൽ ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കുമൊക്കെ തന്നെ വഴിവെച്ചിരുന്നു. പ്രണയിക്കാൻ കഴിയാത്തവർ മനുഷ്യരല്ല എന്ന രീതിയിൽ സ്വന്തം നിലപാടുകളെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായിട്ട് മാറുകയാണ് ചെയ്തത്. ഇതിന് പുറമെ മുൻകാലങ്ങളിൽ ഉണ്ടായ ചില കുടുംബ വഴക്കുകളും മുഖത്ത് പരിക്കേറ്റ നിലയിലുള്ള പഴയ ചിത്രങ്ങളുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് എതിരാളികൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇമേജ് ആയിരുന്നില്ല ഇത്തരം വിവാദങ്ങളിലൂടെ പുറത്തു വന്നത്. പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർക്കിടയിലും അതോടൊപ്പം തന്നെ സാധാരണ കുടുംബങ്ങൾക്കിടയിലുമൊക്കെ തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു മോശം ഇമ്പാക്റ്റ് അത് വോട്ടെടുപ്പിൽ നേരിട്ട് പ്രതിഫലിച്ചു. ചുരുക്കത്തിൽ രാഷ്ട്രീയമായ അടവ് നയങ്ങളിലെ പിഴവും വ്യക്തിപരമായിട്ടുള്ള ഇത്തരം വലിയ വിവാദങ്ങളുമൊക്കെ തന്നെ ഒരുമിച്ച് വന്നതാണ് പത്തനാപുരത്ത് ഗണേഷ് കുമാറിൻ്റെ അവിശ്വസനീയമായിട്ടുള്ള പരാജയത്തിന് വഴിയൊരുക്കിയത് എന്നതിൽ തർക്കമില്ല.